കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ ഇടിച്ച ശേഷം അതേ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മൽ നിരവധി കേസുകൾ പ്രതിയെന്ന് പോലീസ് പറയുന്നു. അരുൺരാജ് വീണ്ടും ചേരുകയാണ്. അരുൺരാജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ഈ അജ്മലിനെ കുറിച്ച് ലഭിച്ചിരിക്കുന്നത്? ഈ ഡോക്ടറുടെ കാറിലുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ, അവരുടെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? SKN അജ്മൽ ചെറിയ മീനല്ല എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കരുനാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ ചന്ദനക്കള്ളക്കടത്ത് കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിരവധിയായി തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് അജ്മലിനെ പോലീസ് ഈ കരുനാഗപ്പള്ളി പോലീസ് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലടക്കം നടത്തുകയും ചെയ്തു. ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് കരുനാഗപ്പള്ളി ആനൂർക്കോണം അടക്കമുള്ള സ്ഥലങ്ങളിൽ അജ്മലിന് കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ട്. അജ്മൽ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ പ്രതിയാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അജ്മൽ തന്റെ ജീവന് ഭയം കൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന മൊഴിയാണ് പോലീസിന് മുമ്പാകെ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു ക്രോസ് ചെക്കിംഗ് അടക്കം നടത്തി അജ്മലിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അജ്മൽ ഈ കേസിൽ പ്രതിയാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മറ്റൊരു കേസിൽ കൂടി പ്രതിയായിരുന്നു. ഈ മദ്യപിച്ച് തന്നെ ബഹളമുണ്ടാക്കിയ കേസിലും അടിപിടി ഉണ്ടാക്കിയ കേസിലും അജ്മൽ പ്രതിയായിരുന്നു. അങ്ങനെ അജ്മൽ ഈ സ്ഥിരം പോലീസിന്റെ കണ്ണിലെ അല്ലെങ്കിൽ പോലീസിന്റെ ലിസ്റ്റിലെ ഉള്ള ഒരാളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പ്രതികളെ ഈ കേസിലുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊഴിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ, ഇവരിലെ ആരെയൊക്കെയാണ് സംരക്ഷിച്ചത്, എവിടേക്കാണ് ഇവർ പിന്നീട് പോയത് എന്നീ കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തും. സ്റ്റേഷൻ ചാർജുള്ള CI രാജേഷ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ അടക്കം ഹാജരാക്കി ഈ റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോകും. കാരണം ഈ വാഹനം അലക്ഷ്യമായി ഓടിച്ചു എന്നതിനപ്പുറം മനഃപൂർവ്വമായി ഈ അപകടം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ മരണത്തിലേക്ക് നയിച്ചത്, ഈ മരണം കാരണം ഇടയാക്കിയത് അത് മനഃപൂർവ്വമായ ഈ വാഹനം ഉപയോഗിച്ച് പിന്നീട് രണ്ടാമത് ഈ സ്ത്രീയുടെ ശരീരത്തോടെ കയറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ട് കൊലപാതകത്തിന്റെ പട്ടികയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. അതുകൊണ്ടാണ് മനഃപൂർവ്വമായ നരഹത്യ എന്ന വകുപ്പ് തന്നെ പോലീസ് ഇപ്പോൾ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തിരക്കിട്ട കൂടിയാലോചനകൾ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം നടത്തുകയാണ്. കാരണം ഈ കേസിൽ വേഗത്തിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം ഇത്തരത്തിലൊരു ക്രിമിനൽ കേസ് പ്രതി ഇത്തരം അപകടമുണ്ടാക്കി പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ കബളിപ്പിച്ച് അവിടുന്ന് കടന്നു എന്നുള്ള വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ വലിയ മാനക്കേട് പോലീസിനുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഊർജ്ജത്തോടെ വളരെ ആവേശത്തോടെ കേസ് അന്വേഷിക്കുകയായിരുന്നു. ഈ ശാസ്ത്രകൊണ്ട പോലീസാണ് കേസിൽ ഇന്ന് രാത്രിയോടെ തന്നെ പ്രതിയെ പിടിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കുകയും ചെയ്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അജ്മലിനെയും അതുപോലെ തന്നെ ഈ ഡോക്ടറിനെയും ഇപ്പോൾ CI 2 തവണ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി ഇരുവരുടെയും മൊഴിയും പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം വാഹനത്തിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനത്തിൽ ആരാണ് ഉള്ളത് എന്നീ കാര്യങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തും. അതിനുശേഷമായിരിക്കും ഇനി അയാൾ ഈ കേസിലേക്ക് പ്രതിപ്പട്ടികയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങൾ വ്യക്തവരുത്തും. എന്തായാലും പോലീസ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള നടപടികൾക്കായി പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ഈ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം നടത്താനായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമുക്ക് ഈ SKN ദൃശ്യങ്ങൾ കാണാം. ഈ ശാസ്താംകോട്ട പോലീസാണ്. ശാസ്താംകോട്ട പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ കേസ് ഉള്ളത്. ഈ കേസിൽ ഈ 2 പേർ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവർ 2 പേരും മാത്രമാണ് ഈ വാഹനത്തിനുള്ളിൽ വെച്ച് മദ്യപിക്കുകയും തുടർന്ന് സഞ്ചാരം തുടങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഈ മനഃപൂർവ്വമായ നരഹത്യ എന്നുള്ള വകുപ്പ് ചുമത്തിയതോടെ ഈ കേസിൽ കൂടുതൽ ഗൌരവത്തോടെ പോലീസ് കാണുന്നു എന്ന സൂചന കൂടി പുറത്തേക്ക് വരുന്നു.